اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്തു സജ്ദ ഏതാനും ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അവസാന ഭാഗം വിശദീകരിക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ പഠിച്ച ആയത്തുകൾ തന്നെ ഒന്നുകൂടി പാരായണം ചെയ്തത്. ഈ ആയത്തുകളൊക്കെ നമ്മളൊരു ഏകദേശ ധാരണയിൽ എത്തിയിട്ടുള്ള സൂക്തങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവൻ്റെ പ്രത്യേകമായ കഴിവുകളെ ഓർമ്മപ്പെടുത്തുന്ന ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവുമൊക്കെ ഒരുപോലെ അറിയുന്നവനാണ് അള്ളാഹു. ഒരാൾക്കും അതിജയിക്കാനാവാതെ സർവരെയും അതിജയിച്ചുള്ള അന്തസ്സിൻ്റെ അസീസാണവൻ. ഏറ്റവും എല്ലാവരോടും അതീവമായ കാരുണ്യമുള്ള റഹീമാണവൻ. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പിനെ അവൻ നന്നാക്കിയവനാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ അവൻ കളിമണ്ണിൽ നിന്നാണ്, അഥവാ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് നേർക്കുനേർ കളിമണ്ണിൽ നിന്നാണ്. സുമ്മ ജഅല നസ്ലഹു, പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളെ മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, നിന്ദ്യവും നിസ്സാരവുമായി ഗണിക്കപ്പെടുന്ന ഒരു ജലത്തുള്ളിയുടെ സത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സുമ്മ സവ്വാഹു, പിന്നീട് അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ ശരിപ്പെടുത്തി. കൃത്യമായ നിലക്ക് ആദം അലൈഹിസ്സലാമിനെ ശരിപ്പെടുത്തി. അതുപോലെ തന്നെ റബ്ബിൽ നിന്നുള്ള അവൻ്റേതായ റൂഹിനെ, അവൻ്റെ മാത്രം പ്രത്യേകമായത്, അവന് മാത്രം പ്രത്യേകം അറിവുള്ളത്, അവൻ്റെ അടുക്കൽ നിന്നുള്ള റൂഹ്, ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദുർവ്യാഖ്യാനങ്ങളെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. ഇനി വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ, ഇതാണ് നമുക്ക് ഇന്ന് അല്പം വിശദമായി തന്നെ മനസ്സിലാക്കുവാനുള്ളത്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളാണ്, മനുഷ്യ സൃഷ്ടിപ്പിൽ അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. വജഅല ലക്കും, നിങ്ങൾക്കവൻ നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. വജഅല ലക്കും, നിങ്ങൾക്കവൻ നിശ്ചയിച്ചു തരികയും ചെയ്തു, അല്ലെങ്കിൽ ഉണ്ടാക്കി തന്നു. അസ്സംഅ, കേൾവിയെ ഉണ്ടാക്കി തന്നു, കേൾക്കാനുള്ള ശക്തി. അസ്സംഅ് എന്നുള്ളത് കേൾക്കാനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ കാതുകൾ എന്നൊക്കെ നമുക്ക് പറയാം. വൽ അബ്സാറ, ദൃഷ്ടികളെയും കണ്ണുകളെയും. ബസർ ദൃഷ്ടി, അതിൻ്റെ ബഹുവചനമാണ് അബ്സാർ. വൽ അഫ്ഇദത, അഫ്ഇദത്ത് ഫുആദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം. ഫുആദ് ഹൃദയം, അതിൻ്റെ ബഹുവചനമാണ് അഫ്ഇദത്ത്. അപ്പൊ നിങ്ങൾക്കവൻ കേൾക്കാനുള്ള കാതും കാണാനുള്ള കണ്ണുകളും അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള ഹൃദയങ്ങളുമൊക്കെ അവൻ നൽകി.
ഖലീലം മാ തഷ്കുറൂൻ. ഖലീലൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം കുറച്ച് എന്നാണ്. ഖലീലൻ കുറച്ച്. ഖലീലമ്മ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, വളരെ കുറച്ച് മാത്രമേ തഷ്കുറൂന നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ശകറ നന്ദി കാണിച്ചു, യഷ്കുറു തഷ്കുറു തഷ്കുറൂന. ഇതാണ് നമുക്കൊരൽപ്പം വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യർക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് മൂന്നും ഒരുമിച്ച് പറഞ്ഞ 4-5 ഇടങ്ങളുണ്ട്. ഒന്ന് സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്താണ്. അവിടെയും ഇത് മൂന്നും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അവിടെ എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്റജകും നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവനാണ്. അള്ളാഹുവാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവന്നു. എവിടുന്ന്? മിൻ ബുതൂനി ഉമ്മഹാതിക്കും. ബത്നിന്റെ ബഹുവചനമാണ് ബുതൂൻ. നിങ്ങൾ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ മാതാക്കൾ. നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന്, ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ അള്ളാഹുവാണ്. ഏത് സ്ഥിതിയിലാണ് നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് നിങ്ങളെ അള്ളാഹു കൊണ്ടുവന്നത്? ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. ലാ തഅലമൂന, നിങ്ങൾക്ക് അറിവില്ലാത്തവരായ നിലയിൽ. ഷൈഅൻ എന്നാ പറഞ്ഞ ഒന്നും അറിയില്ലായിരുന്നു. യാതൊന്നും അറിയാത്ത നിലക്ക് നിങ്ങൾ ഭൂമിയിലേക്ക് പറന്നു വീണു. വജഅല ലക്കും, കണ്ടോ? വജഅല ലക്കും, അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരികയും ചെയ്തു. അസ്സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ഈ പറഞ്ഞ മൂന്നും അവിടെ പറഞ്ഞു. അതേപോലെ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും ഒക്കെ അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരികയും ചെയ്തു. എന്തിന്? ലഅല്ലകും തഷ്കുറൂൻ എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ഖലീലം മാ തഷ്കുറൂൻ. അവിടെ പറഞ്ഞതോ ഇത് തന്നത് എന്തിനാ? ലഅല്ലകും തഷ്കുറൂൻ. അവിടെ ലക്ഷ്യം പറഞ്ഞു. ഇവിടെ ആ ലക്ഷ്യം നിറവേറുന്നില്ല എന്നാ ഈ സൂറത്തിൽ പറയണത്. അള്ളാഹ് പറഞ്ഞ് തന്ന ലക്ഷ്യം അവിടെ പറഞ്ഞത്. എവിടെ? സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്തിൽ. അള്ളാഹ് നിങ്ങൾക്ക് ഇതൊക്കെ തന്നത് എന്തിനാണ്? നിങ്ങൾക്ക് കാതുകൾ തന്നു, കണ്ണുകൾ തന്നു, ഹൃദയം തന്നു. എന്തിനാ തന്നത്? ലഅല്ലകും തഷ്കുറൂന, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാൻ വേണ്ടി. നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ തന്നത്. ഇനി സൂറത്തുൽ മുഅ്മിനൂനിലെ 78-ാമത്തെ ആയത്ത് തന്നെ, അത് നമ്പർ 78 തന്നെയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ. അവിടെ പറയുന്നത് എന്താണ്? വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. അവിടെ ജഅല എന്ന് പറയേണ്ടതിന് ബദൽ എന്ത് പറഞ്ഞു? അൻശഅ എന്ന് പറഞ്ഞു. വഹുവ, ആരാണ്? അല്ലാഹു. അല്ലദീ അൻശഅ ലക്കും, നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നവനാണ്. അൻശഅ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തന്നു, നിർമ്മിച്ചു എന്നാണ് അർത്ഥം. അൻശഅ യുൻശിഉ, ഇൻശാ, നിർമ്മാണം, ഉണ്ടാക്കൽ. വഹുവല്ലദീ അൻശഅ ലക്കും, എന്ത് നിങ്ങൾക്കുണ്ടാക്കി തന്നു. അസ്സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ബാക്കിയൊക്കെ ഇവിടെ അതേപോലെ തന്നെ പറഞ്ഞു. ഖലീലം മാ തഷ്കുറൂൻ. അവിടെയും പറഞ്ഞത് ഇതേപോലെ. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ? നന്ദി കാണിക്കുന്നു. ഇനിയിപ്പോൾ സൂറത്തു സജദ, ഇത് 3-ാമത്തെ സ്ഥലം, 9-ാമത്തെ ആയത്തിൽ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇനി സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിലും അല്ലാഹു തആല ഇതേ കാര്യം പറഞ്ഞു. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. 3 സ്ഥലത്തും ഖലീലം മാ തഷ്കുറൂൻ എന്നാ പറയുന്നത്. എന്താണിപ്പോൾ സൂറത്തുൽ മുൽക്കിൽ പറയുന്നത്? ഖുൽ, നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ, പറയൂ അവരോട്. ഹുവല്ലദീ അൻശഅകും, ആരാണ്? അല്ലാഹു നിങ്ങളെ ഉണ്ടാക്കിയവനാണ്. അതുകൊണ്ട് അവിടെ നിങ്ങളുണ്ടാക്കി എന്ന് പറഞ്ഞു.
വജഅല ലക്കും നിങ്ങൾക്ക് നിശ്ചയിച്ചു തരികയും ചെയ്തു അസ്സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, സമ്മിനെയും അബ്സാറിനെയും അഫ്ഇദത്തിനെയും. ഖലീലം മാ തഷ്കുറൂൻ, വളരെ കുറഞ്ഞു മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, നന്ദി കാണിക്കുന്നുള്ളൂ. ഇനി അപ്പോൾ ഒന്നാം സൂറത്തുൻ നഹലിൽ നമ്മൾ കേട്ടിടത്ത് ഇത് തന്നതിൻ്റെ ലക്ഷ്യം പറഞ്ഞു. നമുക്ക് ഈ കണ്ണും കാതും ഹൃദയമൊക്കെ അള്ളാഹ് തന്നതിൻ്റെ ലക്ഷ്യം പറഞ്ഞത് സൂറത്തുൻ നഹലിലാണ്. അത് നിങ്ങൾ നന്ദി കാണിക്കാനാണ്. ബാക്കി 3 സ്ഥലത്തും പറഞ്ഞത് എന്താണ്? നിങ്ങൾക്കതൊക്കെ തന്നു, പക്ഷേ ആ ലക്ഷ്യം കൃത്യമായി നടപ്പിൽ വരുത്തുന്ന ആളുകൾ തുലോം വിരളമാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചാണ്, വളരെ കുറവ്. ഖലീലമ്മ വളരെ കുറഞ്ഞാണ്. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നിന്ന് യഥാവിധി നന്ദി കാണിക്കുന്ന ആളുകൾ നന്നേ വിരളമാണ്, വളരെ കുറവേയുള്ളൂ. വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, അള്ളാഹ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും എന്ത് കാണിക്കാത്തവരാണ്? നന്ദി കാണിക്കാത്തവരാണ്. എന്തിനാ അല്ലാഹു തആല ഇതൊക്കെ പറയുന്നത്? എന്തിനാണെന്നറിയോ? ഇതൊക്കെ തന്നതിന് പേരിൽ ഈ നന്ദി കാണിക്കാത്തതിനൊക്കെ ഇനി നമ്മൾ കുറ്റം പേറേണ്ടി വരും. ഇതിനെക്കുറിച്ചുള്ള ചോദ്യം കൃത്യമായി ഉണ്ടാകും എന്ന് പറഞ്ഞിടത്തും ഇത് 3ഉം ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്റാ നോക്കൂ, ആയത്ത് നമ്പർ 36, സൂറത്തുൽ ഇസ്റാ. അവിടെ അല്ലാഹു പറയുന്നത് ഗൗരവത്തോടെ പറയാണ്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അവിടെ അതിന്റെ ഗൗരവം പറയുന്നു. ഈ നന്ദി ചെയ്തില്ലെങ്കിൽ ഇനി എന്താ? അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്ക് തന്നത് നന്ദി കാണിക്കാനാണ്, പക്ഷെ നിങ്ങൾ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. അതൊക്കെ പറഞ്ഞിട്ട് നമ്മളതിന് വെറുതെ വിടല്ല. പക്ഷെ ഈ നന്ദി കാണിച്ചില്ലെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് ഓർമ്മപ്പെടുത്തിയത് സൂറത്തുൽ ഇസ്രായിൽ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്തതിൻ്റെ പിറകെ നീ പോകരുത്. ഇനി ഒരു കാര്യം പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നിനക്ക് എന്തു വേണം? അതിനെക്കുറിച്ചുള്ള നല്ല അറിവ് വേണം. അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോകരുത്. എന്തേ കാരണം? ഇന്നസ്സംഅ, കണ്ടോ അവിടെ 3ഉം കൂടി ഒരുമിച്ച് പറയണം. ഇന്നസ്സംഅ, തീർച്ചയായും കേൾവി ശക്തി, വൽ ബസറ, കാഴ്ച ശക്തി കണ്ണ്, വൽ ഫുആദ, ഹൃദയം. അവിടെയൊക്കെ ഏകവചനങ്ങൾ പറഞ്ഞു. ഫുആദ്, ബസർ, സംഅ് ഇങ്ങനെ പറഞ്ഞു. കുല്ലു ഉലൈക, അവയെല്ലാം തന്നെയും കാന അൻഹു മസ്ഊലാ, പരലോക കോടതിയിൽ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി എന്ത് ചെയ്യും? നിങ്ങൾ ചോദിക്കപ്പെടും. ഈ തന്ന കണ്ണ് വെറുതെ തന്നതല്ലേന്നു, നീ എന്താ ചെയ്തത്? എന്തൊക്കെയാ നീ കണ്ടത്? എന്തൊക്കെയാ നീ കേട്ടത്? എന്തൊക്കെയാ കണ്ടത്? എന്തൊക്കെയാ ഗ്രഹിച്ചത്? ഇതെല്ലാവരും പരലോക കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ മനുഷ്യൻ അവൻ്റെ കാതിനെക്കുറിച്ച്, കണ്ണിനെക്കുറിച്ച്, ഹൃദയത്തെക്കുറിച്ച്, ബുദ്ധിശക്തിയെക്കുറിച്ച് ഒക്കെ ചോദിക്കും. എന്താ ചോദ്യം ഉണ്ടാവുക എന്നറിയോ? ഹൽ ഇസ്തഅമലഹു ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളതിൽ മാത്രമാണോ അവയെ ഒക്കെ ഉപയോഗിച്ചത്? ഔ ഫീ മഹാരിമില്ലാഹ്, വ്യാഖ്യാതാക്കള് തഫ്സീർ കൊടുക്കുകയാണ്. അതോ അള്ളാഹുവിന് ഹറാമുള്ള വിഷയത്തിലാണോ നീ അതൊക്കെ ഉപയോഗപ്പെടുത്തിയത്? കാര്യം വളരെ ഗൗരവമാണ്. കാരണം മനുഷ്യന്റെ കാതുകൊണ്ട് ഖൈറും ശർറും അവൻ കേൾക്കും, കണ്ണുകൾ കൊണ്ടവൻ ഖൈറും ശർറും അവൻ കാണും, ഹൃദയം കൊണ്ടവൻ, ബുദ്ധി കൊണ്ടവൻ നല്ലതും ചീത്തയുമൊക്കെ ചിന്തിക്കും. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. അവിടെ ഫൽ വാജിബു അലാ കുല്ലി മുകല്ലഫിൻ, എല്ലാ ഓരോ മനുഷ്യനും നിർബന്ധമാണ് അൻ യസൂന സംഅഹു, അവന്റെ കാതിനെ അവൻ കാത്തുകൊള്ളണം. അമ്മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് കാത്തുകൊള്ളണം. വ അൻ യസൂന ബസറഹു അമ്മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് അവന്റെ കണ്ണിനെ അവൻ കാത്തുകൊള്ളണം. അവന്റെ ഖൽബിനെ അവൻ കൃത്യമായി തന്നെ നിലനിർത്തണം. ബിത്തഖ്വല്ലാഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള തഖ്വയിൽ. അതുപോലെ തന്നെ റബ്ബിന് വിരോധമുള്ള കാര്യങ്ങളിൽ നിന്നവൻ വിട്ടുനിന്നുകൊണ്ട് ഫയഖാഫുല്ലാഹ വയുഹിബ്ബുഹു,
അവൻ അല്ലാഹനെ നന്നായി ഭയപ്പെടണം, റബ്ബിനെ സ്നേഹിക്കണം. വയുഖ്ലിസു ലഹു ഫിൽ അമലി, അമലിൽ നല്ല ആത്മാർത്ഥത പുലർത്തണം. നിഫാഖ് വന്നു പോകാതെ നോക്കണം, കിബ്ർ വന്നു പോകാതെ നോക്കണം. വഗൈറു ഹാദാ മിൻ അഅമാലിൽ ഖുലൂബി സയ്യിഅ, ദുഷിച്ച ഹൃദയങ്ങളെ ബാധിക്കുന്ന ഇത്യാദി രോഗങ്ങളൊക്കെ ഹൃദയത്തിന് വരാതെയും നോക്കണം. അതിനാ അല്ലാഹ് തന്നത്. ഇല്ലെങ്കിൽ അവിടെ മറുപടി പറയേണ്ടി വരും. തഫ്സീർ തബരിയിൽ ഖത്താദാ റളിയല്ലാഹു തആല അൻഹു നൽകിയ തഫ്സീർ എന്താണെന്നറിയോ? നിങ്ങളുടെ കണ്ണും കാതും കൽബും ഒക്കെ ചോദിക്കപ്പെടുന്നു പറഞ്ഞാൽ ലാ തഖുൽ റഅയ്തു വലം തറ, നീ കാണാത്തൊരു കാര്യം കണ്ടു എന്ന് നീ പറയാൻ പാടില്ല. വസമിഅതു വലം തസ്മഅ, ഞാൻ ഇന്നത് കേട്ടിരിക്കുന്നു, വാസ്തവത്തിൽ നീ അത് കേട്ടിട്ടുമില്ല. അങ്ങനെയൊന്നും നിനക്ക് ഇടപെടാൻ പാടില്ല. ഫഇന്നല്ലാഹ തബാറക വതആല സായിലുക അൻ ദാലിക കുല്ലിഹി, ഇതിനെക്കുറിച്ചോ ആ വർത്താനത്തെക്കുറിച്ചൊക്കെ ഒക്കെ ചോദിക്കപ്പെടും. കാണാത്തത് കണ്ടു എന്ന് പറയരുത്, കേൾക്കാത്തത് കേട്ടു എന്ന് പറയരുത്. അതിലേറ്റവും ഒരുപാട് അങ്ങേയറ്റത്തെ വലിയ രൂപത്തിലുള്ള കളവാണ് വമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി. കണ്ടോ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറയുക, കറ്റുകെട്ടിയ റബ്ബിൻ്റെ മേലിൽ കള്ളം പറയുക. അവനേക്കാൾ കടുത്ത കളവ് പറയുന്നവൻ ആരാണ് വേറെയുള്ളത്? കടുത്ത അക്രമി വേറെ ആരാണുള്ളത്? ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി, അല്ലെങ്കിൽ ഒരുത്തൻ പറയണേ എനിക്കിങ്ങനെ ഹോട്ട്ലൈൻ വഹി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വലം യൂഹ ഇലൈഹി, അവനൊരു വഹിയും കിട്ടണില്ല. ഒരു വഹിയും കിട്ടാതെ എനിക്ക് വഹി കിട്ടിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നവൻ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറയുന്നവൻ, ഇവരെ കാണക്കെ ദുഷിച്ചവർ വേറെ, വൃത്തികെട്ടവർ വേറെ, അക്രമികൾ വേറെ ആരാ ഉള്ളത് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ, സ്വപ്നത്തെ സംബന്ധിച്ച് അതിലാണ് അധികം ആൾക്കാരും നോണാധികം പറയും. കാണാത്തത് കണ്ടു എന്ന് പറയും, സ്വപ്നം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, കണ്ടു എന്ന് പറയും. ചില ലക്ഷ്യങ്ങൾ നേടാൻ അവന് നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ 2 ഗോതമ്പ് മണി കൊടുത്തിട്ട് അത് പരസ്പരം ബന്ധിച്ച് കെട്ടിടാൻ കൽപ്പിക്കുന്നു. കഴിയാത്ത കാര്യമാണ്. എന്തത് കയറാ? ഗോതമ്പ് മണി കെട്ടിടാൻ പറ്റുമോ? കടുത്ത ശിക്ഷയുള്ള കാര്യത്തിന് ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം മനുഷ്യന് നൽകിയിട്ടുള്ള അവൻ്റെ അവയവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയതാണെന്ന ബോധം അവന് വേണം. അതൊന്നും അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യത്തിലേക്കും ഉപയോഗപ്പെടുത്തരുത്. കാരണം ഫഇന്ന മഅനാഹു, തഫ്സീർ തബരിയുടെ അവസാന ഭാഗത്ത് ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹം ആ തഫ്സീറിന് പര്യവസാനം കൊടുത്തത് എന്താണെന്നറിയോ? ഇതിൻ്റെയൊക്കെ ആകത്തുക എന്താണ്? ഈ പറഞ്ഞു തന്നെ, ഇന്നല്ലാഹ സായിലു ഹാദിഹിൽ അഅളാഇ അമ്മാ ഖാല സാഹിബുഹാ. എന്തൊക്കെ അവൻ കേട്ടു, കണ്ടു, അറിഞ്ഞു, അതൊക്കെ അവനോട്, ഈ അവയവത്തിൻ്റെ ഉടമയോട് കൃത്യമായി തന്നെ ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഈ പറഞ്ഞ ഒരുപാട് സ്ഥലത്ത്, ഖുർആനിൽ 10-18ഓളം സ്ഥലങ്ങളിൽ, മിക്ക സ്ഥലങ്ങളിലും കണ്ണ് പറയുന്നതിൻ്റെ മുമ്പ് കാതു പറയണം. ആദ്യം പറയണ ഏതാണ്? കാതാ പറയണത്, പിന്നെ കണ്ണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ രൂപീകൃതമാകുന്ന, വയറ്റിലായിരിക്കുന്ന കാലത്തൊരു കുട്ടിക്ക് കിട്ടുന്ന സംവേദനം അവൻ്റെ ആദ്യം കേൾവിയാണെന്ന്. കുട്ടി കേൾക്കാൻ തുടങ്ങുന്നു. മാതാവിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നതാണ്? അവർക്ക് കേൾവി കൊടുക്കുന്നതാണ്. നേരെ കുറച്ച് പ്രസവിച്ചതിൻ്റെ ശേഷം പിന്നെ എന്ത് കാണുള്ളൂ? വെളിച്ചവും കണ്ണും കാഴ്ചയൊക്കെ കിട്ടുള്ളൂ. കേൾവിയാണ് ആദ്യം ലഭിക്കുന്നത്. മാത്രമല്ല, ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നിടത്തും ആ തർത്തീബാണ് കാണുന്നത്. മനുഷ്യൻ്റെ രൂപീകരണം നടക്കുന്നവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അവിടെ 42 ദിനങ്ങൾ പിന്നിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ച് അതിന് കാത് നൽകും, കണ്ണ് നൽകും എന്നാണ് പറയുന്നത്. തൊലി, എല്ല് പോലെയുള്ള മാംസം പോലുള്ളതൊക്കെ അവിടെയും മുന്തിച്ചു പറയുന്നത് ഇതിനെയാണ്? കാതാണ്. അതിലൊക്കെ മുഫസ്സിരീങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ അടുത്ത കാലത്തെ ശാസ്ത്രം കണ്ടെത്തിയുള്ളൂ. ജനീന് അഥവാ പിന്നെ
ഒരു ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിൽ വെച്ച് തന്നെ കേൾക്കാൻ തുടങ്ങും എന്നാണ്. ആ കുട്ടി കേൾക്കും. ഒരു മനുഷ്യ ജീവിതത്തിൽ ആദ്യം അവൻ അനുഭവപ്പെടുന്ന പ്രത്യേകമായ ഒരു ശക്തി എന്താണ്? കേൾവിയാണ്. കാഴ്ചക്ക് പിന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത് എന്നിങ്ങനെ അതൊക്കെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയണം. മാത്രമല്ല വലിയ ഗുണം കേൾവിയാണ് എന്നാണ്. കേൾവിയാണ് വലിയ ഗുണം. കാരണം കാഴ്ച ഇല്ലാത്തവർക്കും സംസാരിക്കാനും പറ്റും, കേൾക്കാനും പറ്റും. കേൾവിയില്ലെങ്കിലോ രണ്ടും നഷ്ടപ്പെടും. കേൾവില്ലെങ്കിൽ കാഴ്ച ഉണ്ടാകും, പക്ഷെ അയാൾ എന്ത് ചെയ്യൂല? മിണ്ടൂല. കേൾക്കാത്തവന് മിണ്ടുവോ? കേൾക്കാത്തവൻ സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ഏതാ പ്രധാനം? കേൾവിക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇതൊക്കെ ഇതിലടങ്ങിയ ശാസ്ത്രീയമായ വശങ്ങളെ പ്രതിപാദിക്കുന്ന ആധുനിക വ്യാഖ്യാതാക്കൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത് എത്ര വൈകിട്ടാണ്. അതേ അവസരത്തിൽ ഒരു എംബ്രയോളജിയും അതേപോലെ തന്നെ ഒരു അനാട്ടമിയും പഠിക്കാത്തൊരു കാലത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു? ആര് പറഞ്ഞു കൊടുത്തു? ഇന്നിപ്പോൾ സ്കാൻ ചെയ്തിട്ടും മറ്റു പല കാരണങ്ങളിലൂടെയൊക്കെ അല്ലേ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളും 19-ാം നൂറ്റാണ്ടും കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിലൊക്കെ അല്ലേ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ എന്ന ലോകത്ത് വന്നിട്ടുള്ളൂ. എംബ്രിയോളജി എന്താണ്, ഭ്രൂണശാസ്ത്രം എന്താണ്, ഗർഭാശയത്തിൽ നടക്കുന്നത്, എത്ര മാസം കഴിഞ്ഞ് എന്തൊക്കെ വളർച്ച ഉണ്ടാവും, ഇതൊക്കെ എത്ര കാലത്തെ കണ്ട, അതിൻ്റെയൊക്കെ എത്ര നൂറ്റാണ്ട് മുമ്പ് ഇത് ഇറങ്ങി. ഇതാരാ പറഞ്ഞു കൊടുത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഡിക്കൽ കോളേജിൽ പോയോ? അവിടെ വല്ല ശാസ്ത്രവും പഠിപ്പിച്ചോ? ഒന്നുമില്ല. അപ്പം അത് അള്ളാഹു തീർച്ചയായും റഹ്മാനായ റബ്ബിൻ്റെ വഹയാണിത്. വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്യാദി കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ള ഇഅ്ജാസ്, വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്ത്, അമാനുഷികത, ഒരു സൃഷ്ടിക്കും കഴിയാത്തതാണ് ഈ ഖുർആൻ എന്നുള്ള വ്യക്തമായ പല തെളിവുകൾ. ചില ആളുകളൊക്കെ വിശുദ്ധ ഖുർആൻ ഈ എംബ്രിയോളജിയെക്കുറിച്ച്, ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചുള്ള ഖുർആനികമായ ഈ സൂക്തങ്ങൾ കേട്ടിട്ട് മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ അവർക്കത് മനസ്സിലായി. ചിലർക്ക് അതാ കത്തിയത്. അങ്ങനെ അത് ഖുർആനിലുണ്ട് എന്ന് കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവീക ഗ്രന്ഥത്തിനെ സാധിക്കുള്ളൂ. ഇതൊക്കെ അടുത്ത കാലത്തല്ലേ കണ്ടെത്തിയത്. പിന്നെ എങ്ങനെയാണ് അങ്ങ് ആ കാലഘട്ടത്തിലൊക്കെ ഇതൊരു വ്യക്തി പറയുക? അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതല്ല എന്ന് ഉറപ്പാണ്. തികച്ചും എന്താണ്? ദൈവീകമാണ് എന്ന് കരുതിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഖുർആൻ കാലാതിവർത്തിയാണ്. ഏത് കാലഘട്ടത്തിലെയും അതിജയിച്ച് നിൽക്കുന്നതാണ്. സർവ്വജനങ്ങൾക്കും സർവ്വകാലത്തേക്കും ഏതേത് കാലഘട്ടത്തിലെ ആളുകൾ അതിൽ മുങ്ങിത്തപ്പുന്നുവോ ആർക്കും നിരാശരാവേണ്ടി വരില്ല. അതിൽ നിന്നൊക്കെ അവരവർക്ക് പാകളുള്ളൊരു മുത്തതൊന്ന് കിട്ടും. അങ്ങനെ അവരതിലൂടെ വളർന്ന് വികസിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കും. ഒക്കെ റബ്ബ് നൽകുന്ന ഒരു തൗഫീഖാണ്. അല്ലാത്തവർക്ക് ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നേർക്കുനേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഖുർആൻ കേട്ടിട്ടും അബൂജഹലിന് തൗഫീഖ് ഉണ്ടായില്ലല്ലോ. അപ്പൊ തൗഫീഖ് കിട്ടൽ മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്ന് തൗഫീഖ് കിട്ടന്നെ വേണം. പക്ഷെ അതൊന്നും അല്ലാത്ത, അക്കാലത്തില്ലാത്ത ആളുകൾക്ക് കിട്ടാത്ത തൗഫീഖ് ചിലപ്പോൾ കുറേ കാലം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചിലർക്ക് കിട്ടും. അതൊക്കെ തൗഫീഖാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ണും കാതും ഖൽബും അതുപോലെ തന്നെ നമ്മുടെ കേൾവി ശക്തി, കാഴ്ച ശക്തി ഇതൊക്കെ തന്നതെന്തിനാണ്? നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കാനാണ്, ശുക്ർ കാണിക്കാനാണ്. ശുക്ർ എന്ന് പറയുന്നതും ഹംദ് എന്ന് പറയുന്നതും വലിയ വ്യത്യാസമൊന്നുമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിഭജിച്ചിട്ടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടും ഒന്ന് തന്നെയാണ്. ചിലർ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു, അതാണ് ഹംദ്. റബ്ബിന് നന്ദി പറയുന്നു, അതാണ് ശുക്ർ. വാസ്തവത്തിൽ ശുക്ർ 3 നിലക്കും നടക്കും. ഹൃദയം കൊണ്ടുള്ള നന്ദിയുണ്ട്, നാവ് കൊണ്ടുള്ള, വാക്കുകൊണ്ടുള്ള നന്ദിയുണ്ട്, പ്രവൃത്തി കൊണ്ട്, അവയവങ്ങൾ കൊണ്ടുള്ള നന്ദിയുണ്ട്. ഹംദ്, റബ്ബിനെ സ്തുതിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ നാവ് കൊണ്ടാണ് സംഭവിക്കുക. മറ്റേത് നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളൊക്കെ ഓർക്കലാണ് ശുക്രിൻ്റെ ആദ്യപടി. ശുക്ർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ലഅല്ലക്കും തഷ്കുറൂന്ന് സൂറത്തുൻ നഹലിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നന്ദി കാണിക്കാനാണ്. എങ്ങനെയാ നമ്മളുടെ കണ്ണും കാതും ഖൽബും അള്ളാഹു നമുക്ക് നൽകിയതിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവനാണ് എന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ ചിന്തിക്കലാണ് ഒന്നാമത്തെ കടമ. അതെന്തിനാ? എനിക്കൊരുപാട് നിഅമത്തുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ നന്ദി കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നൂലേ? അപ്പം എനിക്ക് നിഅമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയണം.
അതിന് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിഅമത്ത് കിട്ടിയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തിലേക്ക് നോക്കണം. ഇപ്പോൾ മനുഷ്യന്മാർ പറയും നമ്മളാകെ നിഅമത്തായിട്ട് കാണുന്നത് മുതല്, ആരോഗ്യം, നല്ല സൗകര്യം. ദുന്യാവിൽ 2-3 കാര്യങ്ങളാണ് നമ്മൾ വലിയ നിഅമത്തായിട്ട് കാണുന്നത്. അള്ളാഹു താല അതൊന്നുമല്ല. വാസ്തവത്തിൽ പറയുന്നത് എന്താണ്? വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നിഅമത്തുകൾ നിങ്ങൾ കാണുന്നില്ലേ? നമുക്ക് പുറമേക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ അവയവങ്ങൾ, അകത്ത് നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഓർഗനുകൾ, അവയവങ്ങൾ, എന്തൊക്കെ അവയവങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ഓർഗന്, ഒരു അവയവത്തിന് ചെറിയൊരു കേട് സംഭവിച്ചാലൊന്ന് മെയിൻ്റനൻസ് നടത്താൻ തന്നെ ലക്ഷങ്ങളും കോടികളും ചെലവ് വരുന്നു. അപ്പം നമ്മളെ ഈ ശരീരത്തിനൊന്ന് ഒരാൾ വില കണക്കാക്കാൻ നിന്നാൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് ആ കണ്ണിനിത്ര, ചെവിക്കിത്ര, തൊലിക്കിത്ര, നമ്മളെ ശരീരത്തിൽ നീണ്ടു കിടക്കുന്ന ബ്ലഡ്, പിന്നെ വെസൽസിന് ഇത്ര, നെർവ്സിന് ഇത്ര, ആർക്കാ വില ഇടാൻ കഴിയാൻ? കോടികളുടെ വിലയാണ് നമുക്ക് ആർക്കും ഇടാൻ കഴിയൂല. അതാ അള്ളാഹ് പറഞ്ഞത് എന്ത്? വൈൻ തഴുതു നിഅമത്തല്ലാഹ് ലാ തഹ്സുഹാ. ഇത് കണക്കാക്കാൻ കഴിയൂല. ആരെ കൊണ്ട് കണക്കാക്കാൻ പറ്റൂല. കാരണം ഒരു കിഡ്നിക്ക് രോഗം വന്നാൽ അപ്പോൾ പറയും കിഡ്നി മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷം വേണം. പാവങ്ങളായ ആളുകൾ പ്രയാസപ്പെടുന്നു, കൈ നീട്ടേണ്ടി വരുന്നു. ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി കിഡ്നി പിന്നെ മാറ്റി വെക്കേണ്ട ശസ്ത്രക്രിയകൾ. ലിവറിന് ബാധിച്ചാലോ കരളിന് ബാധിച്ചാലോ പറയും വേണ്ട, കോടികളാണ്. ബ്ലഡിന് ബാധിച്ചാലോ ഒരുപാട് പ്രശ്നം. കണ്ണിന് റെറ്റിന ചെറിയൊരു ഭാഗം എന്തെങ്കിലും ബാധിച്ചാലോ പ്രശ്നം. കാത്, ഏതേത് അവയവങ്ങൾക്കാണ് സുഹൃത്തുക്കളെ ഇത് വിലട്ടാൽ എത്രയാ നിഅമത്ത്. അപ്പൊ നമ്മൾ ചിന്തിക്കാനാണല്ലോ പറയുന്നത്, വഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, കണ്ട് മനസ്സിലാക്കുന്നില്ലേ? അപ്പൊ റബ്ബിനോട് ശുക്ർ ചെയ്യണം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ എനിക്കെൻ്റെ റബ്ബ് ഒരുപാട് തന്നിരിക്കുന്നു എന്ന് ഞാൻ ആദ്യം സമ്മതിക്കണം. എനിക്ക് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറുള്ളവരടുത്തേക്ക് നോക്കുകയും ചെയ്യരുത് എന്നാണ്. മറ്റുള്ളവനെ എന്നേക്കാണ് മേലുള്ളവരിലേക്ക് നോക്കിയാൽ എനിക്ക് ശുക്ർ ചെയ്യാനല്ല തോന്നാൻ, നിരാശയുണ്ടാവുള്ളൂ. അതിന് മുത്തു മുസ്തഫ പറഞ്ഞ അടുത്ത ട്രീറ്റ്മെൻ്റ് ആണെന്ത്? ലാ തൻളുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരിലേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങളെക്കാൾ കഴിവ് കൂടിയ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? നോക്കരുത്. ഫഹുവ അജ്ദറു, അതാണ് ഏറ്റവും നല്ലത്. അല്ലാ തസ്ദറു, നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കാൻ. നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്വയം ചികിത്സ എന്താണ്? നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതൊന്നും ഇല്ലാത്തവരെ നോക്കരുത്, അതൊക്കെ ഉള്ളവരിലേക്ക് നോക്കണം. നിങ്ങളെ പ്രശ്നത്തിനേക്കാണ് അപ്പുറം പ്രശ്നമുള്ളവരെ നോക്കണം. ശാരീരികമായി നമ്മളിപ്പോൾ ആരോഗ്യത്തിനൊന്നും ഒരു തകരാറില്ല, രോഗിയായി കിടക്കുന്നവരെ കുറിച്ച് ഓർക്കണം. ഓരോന്നും അങ്ങനെ നമ്മൾ മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. ഇത് നിത്യം നമ്മൾ പറയുന്നുണ്ട്. ഒരു ദിവസത്തിൽ മിനിമം 2 തവണ നമ്മൾ പറയേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ നമ്മൾ അല്ലാഹുവോട് ഇത് ഏറ്റു പറയുന്നുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. സ്വർഗം ഇൻഷൂർ ചെയ്യണ ദിക്റാണല്ലോ. ഞാൻ എപ്പോഴും സാന്ദർഭികമായിട്ട് എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ കുറേ മോമിനീങ്ങൾക്കത് ഉപകാരം ചെയ്യും, യാതൊരു സംശയവുമില്ല. നിങ്ങളൊക്കെ ചെല്ലുന്നുണ്ടാവും, എന്നാലും ഇടയ്ക്കൊന്ന് പറയുമ്പോണ്ടല്ലോ, വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ്. മോമിനീങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉത്ബോധനം കൊടുക്കുമ്പോൾ. ഞാൻ എന്നോടാ പറയണത്, എന്നോട് നിങ്ങളോടും പറയണത്, പകലിൽ ഒരു തവണയും രാത്രി ഒരു തവണയും മിനിമം നമ്മളിത് മനസ്സ് തട്ടി പറഞ്ഞാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആയാണ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ. കണ്ടോ? വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നമ്മളെ വിഷയം എന്താ? അബൂഉ ലക ബിനിഅമതിക അലയ്യ. എന്താ ഇതിനർത്ഥം? അബൂഉ ലക, അല്ലാഹുവേ ഞാനിതാ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു, ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെ മുഴുവനും. നീ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലാഹ് എന്ന് ഞാനിതാ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു. അതാ. എന്നിട്ട് നമ്മൾ പറയണെന്താ?
വ അബൂഉ ബിദംബി, എന്നാൽ അതിനനുസരിച്ച് എനിക്ക് ശുക്ർ ചെയ്യാൻ പറ്റണില്ല, എൻ്റെ അടുക്കൽ പലപ്പോഴും കുറ്റങ്ങൾ വന്നു പോകുന്നുണ്ട്, അതും ഞാൻ നിന്നോട് കുറ്റസമ്മതം നടത്തുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലി, നീ എനിക്ക് പൊറുത്തു തരണമേ. കാരണം നീ അല്ലാതെ പാപം പൊറുക്കുന്നവൻ വേറെ ഇല്ല. ഇത് നമ്മളെല്ലാവരും മിനിമം ഒരു പ്രാവശ്യം പകലിലും മിനിമം ഒരു തവണ രാത്രിയിലും മൂഖിനൻ ബിഹി, അപ്പറയുന്ന ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ സ്വർഗാവകാശിയായിട്ടേ മരിക്കുള്ളൂ എന്നാണ്. കാരണം ഒരു മനുഷ്യൻ്റെ മരണം 24 മണിക്കൂറിനിടക്ക് എപ്പോഴോ നടക്കും. ഒന്നുകിൽ രാത്രിയായിരിക്കും മരണം, അല്ലെങ്കിൽ പകലിലായിരിക്കും മരണം. ഏത് സമയത്ത് മരിച്ചാലും ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹു തആല നമുക്ക് ഈ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം, അല്ലാഹ് നീ എനിക്ക് എത്ര നിഅമത്തുകളാ വാരിക്കോരി തന്നിട്ടുള്ളത്. അത് സമ്മതിക്കാത്തവൻ്റെ മനസ്സിൽ എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? വെറുപ്പുണ്ടാകുക, അള്ളാഹിനോട് വെറുപ്പുണ്ടാകുക. എന്താ അള്ളാഹ്ക്ക് ഞാൻ നന്ദി ഞാൻ കാണിക്കട്ടെ? ഇത്ര കാലമായി എന്നെ കഷ്ടപ്പെടുത്തണം, ഞാൻ എന്താ ഇവിടെ ചെയ്ത്, എന്താ എനിക്ക് എന്നും ബുദ്ധിമുട്ട്, അവനെന്താ അങ്ങനെയല്ലല്ലോ, ഇവൾക്ക് ഇങ്ങനെയല്ലല്ലോ, ഞാനെന്താ എന്നും ഇങ്ങനെ ഈ കഷ്ടപ്പാടിനെ സംബന്ധിച്ചുള്ള നിരാശയുടെ വാക്കുകൾ മാത്രം പറയുന്നവന് ശുക്ർ ചെയ്യാൻ പറ്റൂല. മറിച്ച് റബ്ബേ എനിക്ക് എത്രയാ തന്നത്, അതാ റബ്ബേ നീ എനിക്ക് വാരിക്കോരി തന്ന നിഅമത്ത് ഞാനിതാ നിന്റെ മുമ്പിൽ കുറ്റസമ്മതത്തോടെ ഇതാ ഏറ്റു പറയുന്നു, ഈ തന്നിട്ടുണ്ട് റബ്ബേ. പക്ഷെ അതിനനുസരിച്ച് ശുക്ർ എൻ്റെ ഭാഗത്തുനിന്നാണ് കമ്മി വന്നിട്ടുള്ളത്. അതാ അബൂഉ ബിദംബി എന്ന് പറയും. അതുകൊണ്ട് പുറത്തു തരണം. എൻ്റെ ശുക്റിൽ വന്നിട്ടുള്ള കമ്മി നീ എനിക്ക് എന്ത് ചെയ്യണം? പുറത്തു തരണം. ശുക്റിൽ വരുന്ന കമ്മിയാണ് എല്ലാ പാപങ്ങളും. എല്ലാ പാപങ്ങളും നമ്മുടെ നന്ദികേടുകളാണ്. ആ നന്ദികേടുകൾ പുറത്തു തരാനാണ് അള്ളാഹിനോട് നമ്മൾ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശുക്ർ ചെയ്യാൻ ആദ്യം നമ്മൾ പഠിപ്പിക്കണം. അവിടെ ഇരിക്കണം ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ. നമ്മളോട് ഇബ്ലീസ് പറഞ്ഞു തരും, നിനക്കൊന്നും ഒരു നിഅമത്തും കിട്ടിയിട്ടില്ല. അത് നമ്മളെ നിരാശപ്പെടുത്താനും നമ്മെ ദുഃഖിപ്പിക്കാനും വേണ്ടി ശൈത്താൻ തോന്നിപ്പിക്കുകയാണ്. ശൈത്താൻ്റെ പണി തന്നെ അതാണ്, മോമിനീങ്ങളെ ദുഃഖിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, വിശ്വാസികളുടെ മനസ്സിൽ സങ്കടം നിറക്കുക. അതൊക്കെ ശൈത്താൻ ചെയ്യുന്ന പണിയാണ്. അതേ അവസരത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ എനിക്ക് ഒരുപാട് നിഅമത്ത് കിട്ടിയിട്ടുണ്ട്. ശരി, രണ്ടാമത്തെ പടി എന്താണ്? ആ നിഅമത്തിന് ഞാൻ അള്ളാഹുവിനോട് വാക്കാലും മനസ്സാ വാചാ കർമ്മണ ശുക്ർ പറയണം. വാക്കുകൊണ്ട് ഇടക്കിടക്ക് അള്ളാഹുവിനോട് ഏതു പ്രയാസം ഉണ്ടായാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അള്ളാഹുവിനത്രേ സർവസ്തുതിയും. കാരണം എനിക്കിപ്പോൾ ഒരു മോശമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്കത് മോശമാണെങ്കിൽ എൻ്റെ റബ്ബ് അത് വിധിക്കൂല. എനിക്കതിലെന്തോ എൻ്റെ റബ്ബ് ഖൈറ് കണ്ടുവച്ചിട്ടുണ്ട്. അതറിയുന്നവൻ അവൻ മാത്രമാണ്. അൽഹംദുലില്ലാ, അതാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയുന്നത്. സങ്കടാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും എൻ്റെ റബ്ബിനാണ് സർവ സ്തുതിയും. അല്ലാതെ എനിക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ അൽഹംദുലില്ലാ, സങ്കടം ഉണ്ടാവുമ്പോഴോ ഞാൻ മുണ്ടൂല എന്ന് വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തട്ടാതെ ഒരു വെറുപ്പ് ഒളിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു ഹംദാണ് പറയുന്നതെങ്കിലോ, അതൊക്കെ അപകടമല്ലേ? അതുകൊണ്ട് ഹംദും സനാവും ശുക്റും നമ്മൾ സദാ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് വാക്കാൽ നമുക്ക് ചൊല്ലാൻ പ്രത്യേക എണ്ണം പഠിപ്പിച്ചു തന്ന നേരങ്ങളുണ്ട്. അതാണ് 5 നേരം നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഉറങ്ങി എഴുന്നേറ്റ് ആ നിഅമത്ത് കിട്ടുമ്പോൾ പറയുന്നുണ്ട് ഹംദുലില്ലാ അല്ലദീ അഹ്യാന. തുടക്കം തന്നെ ഹംദുണ്ട് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് ഘട്ടത്തിലും അവൻ്റെ നാവ് കൊണ്ട് ചെയ്യേണ്ട ശുക്റുകൾ, അതാണ് ദിക്റുകൾ. അവൻ്റെ നാവ് കൊണ്ട്, അതേപോലെ തന്നെ അവൻ്റെ ഖൽബിൽ അവനെപ്പോഴും ഓർക്കാൻ, നാവ് കൊണ്ട് പറയേണ്ടിടത്ത് പറയാൻ, അല്ലാഹ് എനിക്ക് തന്നു എന്ന് പറയേണ്ടിടത്ത് ശുക്ർ പറയാൻ. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിനക്ക് നിന്റെ റബ്ബ് ചെയ്തു തന്ന നിഅമത്തിനെ പറ്റി നീ പറഞ്ഞോളൂ. അഹങ്കാരം ഉണ്ടാവരുതെന്നേ ഉള്ളൂ. നമുക്ക് അല്ലാഹ് തന്ന നിഅമത്തുകൾ നമുക്കൊരാളോട് അഹങ്കാരമില്ലാതെ റബ്ബെനിക്ക് തന്നതാണ് എന്ന മറ്റുള്ളവർക്കതിൽ പാഠമുണ്ടെങ്കിൽ ഞാനതെടുത്ത് പറയുന്നത് നല്ലതാണെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ മുഴുവൻ ടോപ്പ് ലീഡറാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഞാനാണ് സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഞാനാണ് സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്ന വ്യക്തിത്വം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരലോകത്ത് എൻ്റെ കൊടിക്കീഴിലായിരിക്കും സർവ്വ അമ്പിയാക്കളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖബറിൽ നിന്ന് പൊട്ടിപ്പിളർന്ന് ആദ്യമായി മഹ്ശറിലേക്ക് പോവുക ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാറുണ്ടായിരുന്നു, വലാ ഫഖറ. എന്താ അതിനർത്ഥം? ഫഖറ് പറയല്ല, എനിക്ക് അല്ലാഹ് ചെയ്തു തന്ന നിഅമത്തിനെ ഞാൻ നന്ദിയോടെ എന്ത് ചെയ്യാണ്? ഓർക്കാണ്. നിഅമത്ത് ഒളിപ്പിച്ചു വെക്കരുത് എന്നാണ്. നിഅമത്ത് പറയേണ്ടിടത്ത് പറയണം, പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കണം. അപ്പം നമ്മുടെ നാവ് കൊണ്ട്, കൽബ് കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയവങ്ങൾ കൊണ്ട് ദീർഘനേരം നിസ്കരിക്കുകയാണ്. ദീർഘനേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് കഴിയുമോ? എന്താ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്? നമ്മളെ ഉമ്മ നബി തങ്ങളുടെ രാത്രി നിസ്കാരത്തെ പറ്റി എന്താ പറഞ്ഞത്? കാലിൽ നീര് വരുവോളം നിന്നു. കാലിൽ നീര് വരണമെന്നുണ്ടെങ്കിൽ എത്ര നിൽക്കണം? അപ്പൊ ഉമ്മ ചോദിക്കാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കാണ് റസൂലുള്ളാഹിനോട്, പ്രവാചകരെ നിങ്ങൾ എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നത്? ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും വന്നു പോയെങ്കിൽ ഇനി വല്ലതും വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതും സർവം പൊറുക്കപ്പെട്ട മഹനീയ വ്യക്തിത്വമല്ലേ അങ്ങ്? പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര പാതിരാക്ക് ഉറക്കൊഴിച്ച് ഇങ്ങനെ കാലിലൊക്കെ നീര് തൂങ്ങി പ്രയാസപ്പെടുന്ന വിധത്തിൽ നിസ്കരിക്കുന്നത് എന്തിനാന്ന്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിനോട് ധാരാളമായി നന്ദി കാണിക്കുന്ന ഒരടിമയായി മാറേണ്ടതില്ലേ? എൻ്റെ റബ്ബിനോട് ഞാൻ കാണിക്കേണ്ട നിഅമത്തിന് എനിക്ക് എൻ്റെ റബ്ബ് അത്രയും തന്നിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ റബ്ബിനോട് ഇങ്ങനെയും ചെയ്താൽ പോരാന്നാണ്. ഞാൻ എൻ്റെ റബ്ബിന് ഒരുപാട് ശുക്ർ ചെയ്യണ്ടേ ആയിഷ എന്നാ ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കൂ, ആരാണ് ആ ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ. എനിക്കെൻ്റെ റബ്ബ് എത്ര നിഅമത്താ തന്നിക്കണം, അതിന് ഞാൻ ശുക്ർ ചെയ്യണ്ടേ? ആ റബ്ബിനെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇതേ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ 3 മാസത്തോളം അടുപ്പിൽ നിന്ന് തീപ്പുക ഉയരാറില്ല. നബി തങ്ങളുടെ വീടിൻ്റെ ദാരിദ്ര്യാവസ്ഥയാണ് ആ പറയുന്നത്. 3 മാസം ഞങ്ങളെ വീട്ടിൽ അടുപ്പിൽ നിന്ന് എന്തു പുകയാറില്ല? തീപ്പുക ഉയരൂല. തീപ്പുക ഉയരണം എന്നുണ്ടെങ്കിൽ കത്തിക്കാനുള്ള വിറകും വേണം, അടുപ്പത്ത് വെക്കാനുള്ള ധാന്യവും മാംസവും കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും ആ വീട്ടിലില്ല. പാകം ചെയ്യാവുന്ന ഒരു ഫുഡിനും ഒരു വകുപ്പും വീട്ടിലില്ല. ആരുടെ വീടാണ് നോക്കണം? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്. 3 മാസം പട്ടിണിയാണ്. അപ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങളെ ജീവിതം? അല്ല അസുവദാനി എന്നാ ഉമ്മ പറയുന്നത്. 2 സാധനങ്ങൾ, കാരക്കും വെള്ളവും. ഇത് കുടിച്ച് 3 മാസത്തോളം ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനത്തെ അള്ളാന്റെ റസൂലാണ് ദീർഘനേരം നിന്ന് നിസ്കരിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് എൻ്റെ റബ്ബ് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ഞാൻ ശുക്ർ ചെയ്യുന്ന ഒരു അടിമയാവണ്ടേന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയ നിഅമത്ത് ഏതായിരുന്നു? പണമാണോ? വീട് സൗകര്യമാണോ? ആധുനികമായ സംവിധാനങ്ങളാണോ? ഒന്നുമല്ല. നമ്മൾ കാണുന്ന നിഅമത്തുകളോ നേരെ എതിരും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര വ്യത്യാസം. എന്നിട്ടും ഒരു രാത്രി പോലും അള്ളാഹുവിൻ്റെ റസൂല് ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹനെ സ്തുതിക്കാതെ കിടന്നിട്ടില്ല. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. ഉറങ്ങണീൻ്റെ മുമ്പ് നമ്മൾ എല്ലാ രാത്രിയും പറയേണ്ട ദിക്റാണത്. നിബിതങ്ങൾ എല്ലാ രാത്രിയും അത് പറഞ്ഞു. അള്ളാഹനെ നന്ദി പറയണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദീ അത്അമനാ വസഖാനാ, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവൻ, ഞങ്ങളെ കുടിപ്പിച്ചവൻ. വആവാന വകഫാന, ഞങ്ങൾക്ക് വേണ്ടത് മതിയായതൊക്കെ വേണ്ടതൊക്കെ നൽകി മതിയാക്കിയവൻ. വആവാന, ഞങ്ങൾക്ക് അഭയം നൽകിയവൻ. ഫകം മിമ്മൻ, ലോകത്ത് എത്രയെത്ര ആളുകളാണ്
വേണ്ടതൊന്നും അവന് കൊടുക്കാൻ ആളില്ല, അഭയം നൽകാനും ആളില്ലാത്ത എത്ര ആളുകളാണ് ലോകത്തുള്ളത്. അതിനിടയിൽ എനിക്കെൻ്റെ റബ്ബ് തിന്നാൻ തന്നല്ലോ, കുടിക്കാൻ തന്നല്ലോ, കിടപ്പാടം തന്നല്ലോ, എനിക്ക് അഭയം തന്നല്ലോ. ആരായി പറയണേ? പട്ടിണി കിടന്നിട്ടും വെള്ളവും കരക്കയും കുടിച്ചിട്ടും രാത്രി ഇത് പറയാതെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. നമ്മളോ 4 നേരവും 5 നേരവും ഭക്ഷണം കഴിച്ചിട്ടും രാത്രി കിടന്നുറങ്ങുമ്പോ ഇതെത്ര രാത്രി നമ്മൾ പറയുന്നുണ്ട്. നമ്മളെപ്പോലെ ത്വാമും പിന്നെ വെള്ളം ഒക്കെ കിട്ടി, സൗകര്യവും ബെഡും പുതപ്പും സംവിധാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ചിന്തിക്കും സഹോദരങ്ങളെ. അതാ അല്ലാഹ് പറയുന്നത്, ഖലീലം മാ തഷ്കുറൂൻ, നന്ദി കാണിക്കുന്നവർ നിങ്ങളിൽ നിന്ന് നന്നേ വിരളമാണ്. നിങ്ങൾക്കിതൊക്കെ തന്നതെന്തിനാണ്? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കേൾക്കാനുള്ള കാതുകളും കാണാനുള്ള കണ്ണുകളും ചിന്തിക്കാനുള്ള ഹൃദയങ്ങളും ബുദ്ധിശക്തികളുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കാനായിരുന്നു. പക്ഷേ ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങളിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവേയുള്ളൂ. ഇതെന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ് എന്നാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അതാ മക്കത്തെ അബൂജഹലിനെ കുറിച്ചായിരിക്കും, അതാ മറ്റേ ഫിറൗനെ കുറിച്ചൊക്കെ പറഞ്ഞതായിരിക്കും. എന്നല്ല. വജഅല ലക്കുമുസ് സമഅ, നമ്മളെ കാര്യമാണ് പറയണത്. മനുഷ്യൻ്റെ കാര്യം പറയണതിൽ എല്ലാവരും പെട്ടൂന്ന്. മനുഷ്യൻ്റെ കാര്യം പറഞ്ഞുകൊടുത്തല്ല ഇപ്പം നമ്മൾ പറയണത്. പിന്നെ ആദം നബിയെ പടച്ച പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് പിന്നെയും മടങ്ങി വരികയാണ്. നിങ്ങൾക്ക് അവൻ നൽകിയ നിങ്ങൾ വളരെ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ശുക്ർ അള്ളാഹുവിന് രേഖപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുആദേ, എനിക്ക് നിന്നോട് പെരുത്ത് ഇഷ്ടമാണ് മുആദേ. മുആദ് റളിയല്ലാഹുവിൻ്റെ കൈക്കൊരിക്കലും പിടിച്ചു പിടിച്ചു ഞാൻ മുആദ് ഇന്നി മുഹിബ്ബുക്, മുആദേ, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ലാ തദഉ ദുബറ കുല്ലി സ്വലാഹ് അൻ തഖൂൽ, ഒരൊറ്റ നിസ്കാരത്തിൻ്റെയും പിറകെ നീ ഉപേക്ഷിക്കരുതേ, ഇത് പറയാതെ പോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എനിക്ക് സഹായിയാവണേ, നീ എന്നെ സഹായിക്കണേ. അലാ ദിക്രിക, നിന്നെ ഓർക്കേണ്ട പ്രകാരം ഓർക്കാനും, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കേണ്ട വിധത്തിൽ നന്ദി കാണിക്കാനും, വഹുസ്നി ഇബാദതിക, നിനക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കത് ചെയ്യാൻ തൗഫീക്ക് കിട്ടുവാനും നീ എന്നെ സഹായിക്കണേ. ഒരൊറ്റ നിസ്കാരത്തിൻ്റെയും പിറകെ മുആദേ, ഈ കലിമകൾ നീ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. ഇത് ആർക്ക് കൊടുത്ത വസിയത്ത? മുആദ് റളിയല്ലാഹു അൻഹു. ലോകത്തിനോട് മുഴുവൻ വിശ്വാസികളോടുള്ള വസിയത്ത. അപ്പോൾ നോക്കൂ നിങ്ങൾ, എവിടെയാ നമ്മളോട് നമ്മുടെ ശുക്റിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാത്തത്? എഴുന്നേൽക്കുമ്പോൾ എല്ലായിടത്തും തന്നെ ഓർമ്മിപ്പിക്കുക. സന്തോഷകരമായൊരു കാര്യം ഇങ്ങോട്ട് വിവരം കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊരു പതിവുണ്ട്. അവിടുന്ന് ശുക്റൻ ലില്ലാഹ്, അള്ളാഹുവിന് നന്ദിയായിക്കൊണ്ട് സുജൂദിലേക്കാണ് മറിഞ്ഞു വീഴുന്ന. ശുക്റിൻ്റെ സുജൂദ് എന്നായി പറയാം. ശുക്റിൻ്റെ സുജൂദ്. ആരും തെറ്റിദ്ധരിക്കരുത്, ശുക്റിൻ്റെ 2 റക്അത്ത് എന്ന് പലരും ആൾക്കാർ പറയും. ശുക്റിൻ്റെ ഒരു 2 റക്അത്ത് നിസ്കാരമില്ല. പിന്നെ ശുക്റിൻ്റെ എന്തേ ഉള്ളൂ? 2 സുജൂദും ഇല്ല. ശുക്റിൻ്റെ ഒരൊറ്റ സുജൂദ്. അത് എവിടുന്നാണോ സന്തോഷ വാർത്ത കിട്ടിയതെങ്കിൽ അവിടെയാണ് ചെയ്യുക. അതിപ്പോൾ ആവേശം കൊണ്ട് ആ സമയത്താണ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഖിബില പോലും അതിന് ഷർത്തല്ല. ഉളു അതിന് നിബന്ധനയല്ല. ഒക്കെ ഉണ്ടായാൽ നല്ലത്, ഉളുണ്ടെങ്കിൽ നല്ലത്. ഇനി ഉളില്ലാതെ ഈ സുജൂദ് ചെയ്തൂടെ? ചെയ്യുക. ശുക്റിൻ്റെ ഒരു സുജൂദ് നമുക്കൊരു സന്തോഷകരമായ വാർത്തന് കിട്ടി, അപ്പം നമ്മളെ സുജൂദിലാണ് വീഴുന്നത്. അപ്പോൾ ഖിബില നോക്കാൻ നമ്മളെടുത്ത് ഫോണൊക്കെ വെച്ച് നോക്കാനുള്ള നേരമൊന്നുമില്ല. നമ്മൾ വേഗമാണ് സുജൂദിൽ കാണുക. വീഴുക. ഉളുവൊന്നുമില്ല, അപ്പം പോയി ഉളുടുക്കാനൊന്നുമില്ല. സന്തോഷം കൊണ്ട് ഉടനെ വിവരം കിട്ടിയില്ലേ, ഉടനെ സുജൂദ് ചെയ്യുക. ഒറ്റ സുജൂദ് അള്ളാഹുവിന് ശുക്റായിക്കൊണ്ട് സുജൂദിൽ വീഴുക. അത് ശുക്റിൻ്റെ സുജൂദാണ്. സുജൂദുകൾ 3 വിധത്തിലുണ്ട്.
ഒന്ന് നിസ്കാരത്തിൽ സാധാരണ ചെയ്യുന്ന സുജൂദ്, മറ്റൊന്ന് സെഹ്വിൻ്റെ സുജൂദ്, അത് 2 ഉണ്ട്. മറ്റൊന്ന് സുജൂദു തിലാവ, ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദ്, ഒരൊറ്റ എണ്ണം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റൊന്നാണ് സുജൂദു ശുക്ർ, ശുക്റിൻ്റെ സുജൂദ്, അതും 1 മാത്രമേ ഉള്ളൂ. ദുആ ചെയ്യാനായിട്ട് മാത്രം ഒരു സുജൂദിൽ കിടക്കുന്ന രീതി നബിചര്യയിൽ ഇല്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കുറേ നേരം പെട്ടെന്ന് ആൾ സുജൂദിലാണ് കിടക്കുന്നത്. പിന്നെ ആളാ നീറ്റ് പോകണം കാണാം. അപ്പോൾ നമ്മൾ ചരിക്കുള്ളവല്ല സുന്നത്തൊക്കെ സ്കരിക്കണോ, സുന്നത്ത് സ്കരിക്കുമെന്നല്ല, അയാളിങ്ങനെ സുജൂതി കിടക്കും. കുറേ കഴിഞ്ഞിട്ട് പിന്നെ ആൾ നീറ്റ് പോകുമ്പോൾ ഇയാളെന്ത് നീറ്റ് പോകണ്ടല്ലോ, അപ്പോൾ അയാൾ സുജൂതി ചെയ്യും. അങ്ങനെ ഒരു ആൾക്കാർ വിചാരിക്കണം സുജൂതി കിടന്നു വയർക്കാൻ. അതില്ല. ദുആ ചെയ്യാനായിട്ട് സുജൂതി കിടക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. അത് നമ്മൾ സുന്നത്ത് നിസ്കാരത്തിലോ ഫർദ് നിസ്കാരത്തിലോ ഒക്കെ സുജൂദിൽ നമുക്ക് പറയേണ്ടത് പറയാ എന്നുള്ളതല്ലാതെ നിസ്കാരത്തിൻ്റെ പുറത്ത് ദുആക്ക് വേണ്ടി നമ്മൾ ഒരു ഇരുന്ന് ദുആ ചെയ്യുന്നതിന് പകരം നമ്മളവിടെ സുജൂദ് കിടന്നിട്ടൊരു ദുആ ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൂടെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഇനി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പുകഴ്ത്തി പറഞ്ഞെടുത്ത് നോക്കൂ സഹോദരങ്ങളെ. മഹാനായ നൂഹ് നബിയെ കുറിച്ച് അള്ളാഹു തആല പറയുന്നതെന്ന് എന്താണ്? ഇന്നഹു കാന അബ്ദൻ ശകൂറാന. നൂഹ് ആരായിരുന്നു? അള്ളാഹുവിന് ഏറ്റവും വല്ലാതെ നന്ദി കാണിക്കുന്ന ഒരു അടിമയായിരുന്നു എന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയും. ഇബ്രാഹിം നബി മറ്റൊരു പ്രവാചകൻ, ഉലുൽ അസ്ബുകളിൽപ്പെട്ട മറ്റൊരു പ്രവാചകനല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമിഹി. അല്ലാഹു കൊടുത്ത നിഅമത്തുകൾക്ക് വേണ്ട വിധം ശുക്ർ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത്. ശുക്ർ ധാരാളം ചെയ്താൽ അധികം തരാമെന്നും അല്ലാഹു പറയുന്നുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ഏത് വിഷയത്തിൽ ശുക്ർ കാണിക്കുന്നോ ആ നിഅമത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ഞാൻ തരും. നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനം തന്നെ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹു പറയുന്നു. അല്ലാഹ് നമ്മളെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹനെ എന്ത് ചെയ്യണം? ഓർക്കണം. അവനോട് നമ്മൾ നന്ദി കാണിച്ചാൽ, നന്ദികേട് കാണിക്കാതിരുന്നാലാണ് അവൻ നമ്മെ കൃത്യമായ നിലക്ക് വീണ്ടും വീണ്ടും അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയുക. അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്തോളണം എന്ന് ഒരു കാര്യമില്ല. നമ്മൾ ശുക്ർ ചെയ്തില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഏതെങ്കിലും പദവി കുറഞ്ഞു പോകുമോ? നമ്മൾ ശുക്ർ ചെയ്തത് കൊണ്ട് റബ്ബിൻ്റെ ഖജനാവിലെ പദവിയോ അല്ലെങ്കിൽ അവൻ്റെ കഴിവുകളോ കൂടുമോ? ഒന്നുമില്ല. പിന്നെ ഈ ശുക്ർ ചെയ്യണതൊക്കെ ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നുണ്ട്, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ കരീം. ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ആരെങ്കിലും നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ എൻ്റെ റബ്ബ് തീർച്ചയായും അല്ലാഹു ഗനിയാണ്, ഐശ്വര്യവാനാണ്, ആരുടെയും ഒന്നും അവന് ആവശ്യമല്ല, കരീമുൻ, അവൻ അത്യുദാരനാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പറയും. ഏത് അനുഗ്രഹങ്ങളും പരലോക കോടതിയിൽ ചോദ്യം ഉണ്ടാവും. അതിനെന്താ നിഅമത്തിന്, ആ നിഅമത്തിന് എന്താ ശുക്ർ ചെയ്തത്? നമ്മളെപ്പോഴും കേൾക്കുന്ന ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങിക്കണ കാരണം എന്താ അറിയോ? വിശന്നിട്ട്. വീട്ടിലൊന്നുമില്ല, വിശന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കണം. അപ്പണ്ട് ഇർട്ടത്ത് 2 ആളും ഇങ്ങനെ നടന്നു വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അവരൊക്കെ കേസ് തന്നെ, ഒക്കെ വിശപ്പാണ്. 3 ആളും വിശപ്പാണ്. ഒരു 3 ആളും കൂടെ ഒരു അൻസാരിയുടെ വീട്ടിൽ കയറി ചെല്ലുകയാണ്. അൻസാരിയുടെ വീട്ടിൽ കയറി ചെന്ന ഒരു നല്ല പാലും മാംസവും ഒക്കെ തയ്യാറാക്കിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തവർ വേണ്ടുവോളം 3 പേരും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ആളോടും പറയണേ, വിശന്ന വയറുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്, ഇപ്പം നിറഞ്ഞ വയറുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹത്തിനും നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ശുക്ർ ചെയ്യേണ്ടുന്നതിൻ്റെ വ്യാപകമായ മേഖല എത്രത്തോളമാണ്? സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് വായിക്കാനും പഠിക്കാനും കേൾക്കാനും ഇൽമ നേടാനും അവസരം തന്നിട്ടുള്ളത് റബ്ബിൻ്റെ വഹയിൻ്റെ വെളിച്ചത്തിൽ ലോകത്തോട് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കാനാണ്. അതല്ലാതെ ഇബ്ലീസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനല്ല. അത് ആ രൂപത്തിലാണ് ഒരാൾ തൻ്റെ കണ്ണും കാതും കൽബും പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ അവൻ നന്ദി കെട്ടവനാണ്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയപ്പെടുത്താനാണ് അവൻ്റെ കണ്ണും കാതും കൽബും ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ
അവനാണ് യഥാർത്ഥത്തിൽ ശുക്ർ ചെയ്യുന്നവർ. അത്തരം ഷാകിരീങ്ങളിൽ ദാകിരീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാവിധി അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.